എവിടെയോ. സോ ഗൈസ് നമ്മളെ 3rd ഡെസ്റ്റിനേഷൻ എത്തി. സോ ലൈക്ക് ഇവിടെ നമ്മൾ റൂം ജസ്റ്റ് ഒരു 2 hours റൂം, അതർവൈസ് നമുക്ക് ഇറ്റ്സ് ഓക്കെ. ദെൻ ഒരു 2 മണിക്കൂറത്തേക്ക് ഫ്രഷ് ആവാൻ ഒരു റൂം കിട്ടിയാൽ നല്ലതായിരുന്നു. സോ അങ്ങനെ പരതി പോന്നു. ഇവിടെ പോന്നെ എന്തിനു വന്ന്, എത്ര മണിക്ക് വന്ന്, അങ്ങനെ ഇനി എവിടെ പോവും. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ. മഴ വരാനുള്ള ലക്ഷണങ്ങളാണ്. മഴ വന്നു പെയ്ത്. പക്ഷെ ആ സൈഡ് നല്ല വെളിച്ചമുണ്ട്, ഈ സൈഡാണ് മഴ. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നുകൂടി കാണിച്ചില്ല എങ്ങനെയാ പോകുന്നത്. Hey guys, welcome to Lucknow. Yeah. Very excited and കുറേ സ്റ്റോറീസ് ഉണ്ട് പറയാൻ. എനിവേ നമുക്ക് ഇന്ന് ലക്നൌവിൽ പോകാം. പക്ഷെ വന്നവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂടി. ബിക്കോസ് ഇത് അതായത് നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഇമാംബാറ അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ക്ലോസ്ഡ് അല്ല, എന്തോ ഷൂട്ടിംഗ് സംതിങ് എന്തോ നടക്കുന്നുണ്ട്. ഓപ്പൺ ആവുള്ളൂ. സോ അതുവരെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി സെറ്റ് ആക്കാം. पुराना लखनऊ क्या प्लेस है? ये छोटा इमामबाड़ा है. छोटा इमामबाड़ा. ओके. राजा साहब ने पहले बनवाया था. उसके बाद वो बना था. ओके. कौन? സോ ഗൈസ് നമ്മൾ മറ്റേത് അതായത് ബഡാ ഇമാംബാറ ഇന്ന് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ 3 o'clock ശേഷം ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞ്. അപ്പോൾ ഇപ്പം നമ്മൾ ചോട്ട ഇമാംബാറയിലാണ് ഉള്ളത്. അവിടെ ഇറാനി ഇത് കോഫി ആണോ? അത് തുറന്നിട്ടില്ല. Wearing this kurti. This was stitched by Ashwini Prashant Olembadi. Hey guys, അപ്പോൾ നമ്മൾ ലക്നൗവിൽ വന്നിട്ട് ഇറാനി ചായ കുടിക്കാണ്ട് പോകുന്ന മോശമാണ് അല്ലേ? നല്ല സൗണ്ടെല്ലാം പോയി. സോ ഇവിടെ ഒരു ശർമാജിക്ക് ചായ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറാനി ചായ കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇറാനി ചായ ഞാൻ എന്തായാലും ഇരുന്ന് കുടിക്കും. അപ്പം നമുക്ക് അവിടത്തേക്ക് പോവാം. പിന്നെ ഇവിടെ കുറച്ച് എസ്തറ്റിക് സ്ഥലങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ലക്നൗവിൽ ആക്ച്വലി അധികം ഒന്നും കാണാനില്ല എന്ന് തോന്നുന്നു. നമ്മൾ ബുൾബുളയെല്ലാം കാണുന്നത് 3 o'clock ശേഷം മാത്രമേ ഓപ്പൺ ആവുള്ളൂ. സോ ഫേമസ് പ്ലേസ് ആണ് ലക്നൗവിൽ. എന്താ ഫേമസ് നമുക്ക് പോയി നോക്കാം. നമ്മളൊരു കുല്ലറ്റ് ടീയും ഒരു ബണ്ണും ഓർഡർ, ക്രീം ബൺ. ജോസുമില്ല. നല്ലുണ്ട്. ഞങ്ങൾക്ക് ക്രീം കിട്ടിയിട്ട് ആക്ച്വലി വെള്ളം പോലുണ്ടല്ലേ? കുഴപ്പമില്ല. സോ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അവിടെ CP പോലത്തെ സ്ഥലം എന്ന് പറഞ്ഞ ഇതാണോ?
ഇവിടെ നമ്മുടെ വണ്ടി എന്തൊക്കെയുണ്ട് നോക്കാം. ക്ലോത്ത് നല്ല രസമുണ്ട്. എത്ര പൈസ? 2200 രൂപ. ബാക്കി ഗസ്റ്റ് ചെയ്തു. ബിരിയാണി എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. 170 റുപ്പി. അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടോന്നൊന്നും അറിയില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹാഫിനാണോ 170? അത് ഇച്ചിരി കൂടുതലല്ലേ. പക്ഷെ ഇവിടെ സീറ്റ് നോക്ക്, ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാട്ടോ. 170 ക്വാണ്ടിറ്റി ഒന്നുമില്ല. സോ ഗൈസ് നമ്മൾ വീണ്ടും ബഡ ഇമാം ബാറിന്റെ അടുത്ത് എത്തി. പക്ഷേ അപ്പൊ അവിടെ എന്തോ മൊഹറം സംതിങ് എന്തോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ആ മോസ്കിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യാൻ വിടുന്നില്ല. ഒരു 4 മണിക്ക് ശേഷം വാന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല എന്താകുന്നുള്ളത്. നമ്മളിപ്പോ എന്നിട്ട് ഇറാനി ചായ കുടിക്കാൻ പോകുന്ന. സോ അവസാനം ഒരു ഇറാനി ചായയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടോ ഇല്ലയോ നോക്കാം. ഇറാനി ലക്നോ അല്ലേ ഇത്? പഴയ പഴയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇറാനി ചായ കിട്ടാത്ത വിഷമത്തിൽ ഇവിടെ ഗൈസ് ഭയങ്കര വെയില്. മഴ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നല്ല സൂപ്പർ വെയിലാണ്. ഇപ്പൊ നമ്മള് ഏതോ ഒരു പാർക്കിലാണ് ഗൈസ്. ഗൈസ് നല്ല വൈബുള്ള സ്ഥലം എന്തായാലും. അതുകൊണ്ട് രസമുണ്ടല്ലേ. നമ്മളിനി ലുലു മോളിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ പോവുകയാണ്. ഒരു 90 കിലോമീറ്റേഴ്സ് കൂടി ബാക്കിയുണ്ട് നമുക്ക് അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. സ്റ്റേ ഒക്കെ സെറ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചേക്കും. അമ്മ പുറകിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. സ്റ്റേ ചെയ്യാൻ പോകുന്നത് അവിടെയാണ്. The hotel view front reception view ആയത്. സോ നമ്മുടെ റൂം നമ്പർ 605. സോ വി ഹാവ് ഒരു കബോർഡ് ഹിയർ, അയൺ ബോക്സ്, ഇതൊന്നും ലോക്കർ ഉണ്ട്. ലോക്കറിനൊന്നും ആവശ്യമില്ല നമുക്ക്. ഇവിടെ ഇതൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ചെരുപ്പൊക്കെ ഇവിടെ വെക്കാം. ആൻഡ് ആരും പേടിക്കണ്ട, ഞാനാ. സോ ദിസ് ഇസ് ദി ബാത്റൂം. നമുക്ക് ബാത്ത് ഉണ്ട് ഗൈസ്.
സാധനങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെൻഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ മാമിനെ കാണാൻ പറ്റുമോ എല്ലാവർക്കും. സോ നമുക്കിവിടെ ചായ വേണോ കോഫി വേണോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇറ്റ്സ് എ വെരി പ്രിറ്റി റൂം. ഇത് വെറും ഷോ ആണ് ഗൈസ്, വെറും ഷോ ആണ്. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അവിടെ പോയിട്ട് ഇവിടെ ബാൽക്കണി ഒന്നുമല്ല, ഇതാണ് സംഭവം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. അപ്പം ഡേ 3 നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡേ 3യിലുള്ള ഡെസ്റ്റിനേഷനിലാണ്. നമ്മൾ ഡ്രൈവർ ചേട്ടൻ നമ്മളെ ഇവിടത്തേക്ക് ആക്കിയിട്ട് ചേട്ടൻ ഇപ്പോൾ തിരിച്ച് ലക്നൗവിലേക്ക് പോയി. സോ ഇറ്റ് വാസ് ലൈക്ക് അബൌട്ട് 6 hours ഡിസ്റ്റൻസ് ഫ്രം ലക്നൗ ടു ഹിയർ. അപ്പം നാളെ ഇതിൻ്റെ വ്ളോഗ് കാണാം. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുവാണ്. സോ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. സോ സീ യു, ബൈ. എൻ്റെ സൗണ്ടെല്ലാം പോയി, കംപ്ലീറ്റ്ലി ഓഫായി. ബൈ പറ. ബൈ ബൈ ഗൈസ്. Cloud 9 അപ്പുറത്ത് എത്താൻ പറ്റും. അവിടെയാണ് നമ്മൾ രണ്ടുപേരും ഉള്ളത് ഇപ്പോൾ.